നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസ് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ്. 2 പോലീസ് ഡ്രൈവർമാരെ പ്രതി ചേർത്തതിന് പിന്നാലെ അവർ ഒളിവിൽ പോയിരുന്നു. ഒടുവിൽ 2 പ്രതികളായ 2 പോലീസുകാരും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. താമരശ്ശേരിയിൽ നിന്നാണ് പോലീസ് ഡ്രൈവർമാരായിരുന്ന ഷൈജിത്ത്, സനിത്ത് എന്നിവരെ പിടികൂടിയത്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അനാശാസ്യ കേന്ദ്രം ഇവരുടേതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി ബിന്ദുവിന്റെ സുഹൃത്ത് ബാലുശ്ശേരി സ്വദേശി അമനീഷിന്റെ അക്കൗണ്ടിൽ നിന്ന് പോലീസുകാരനായ ഷൈജിത്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി ലക്ഷക്കണക്കിന് രൂപ വന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ പോലീസുകാർക്ക് ഈ സെക്സ് റാക്കറ്റിൽ പങ്കുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ 2 പേർക്കെതിരെയും നടപടി സ്വീകരിച്ചാണ് സസ്പെൻഡ് ചെയ്തതാണ്. പിന്നാലെ ഇവർ ഒളിവിലും പോയതാണ്. എവിടെ നിന്നാണ് ഈ 2 പ്രതികളെയും, പോലീസുകാരായ 2 പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞത്? ടോമോ, കഴിഞ്ഞ ജൂൺ 6-നാണ് ഈ മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ നടക്കാവ് പോലീസ് റെയ്ഡ് നടത്തുകയും ബിന്ദു അടക്കമുള്ള 8 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഇതിനുശേഷം ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടിയത്. അതായത് ബിന്ദു വ്യക്തമാക്കിയത് 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ അല്ലെങ്കിൽ ഉടമകൾ എന്ന രീതിയിലാണ് പറഞ്ഞത്. പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കുകയും ടെലിഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് കോൾ രജിസ്റ്റർ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ബിന്ദുവുമായുള്ള ഇടപാടുകൾ കൂടുതൽ മറ നീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് ഈ കേസിലെ 10ഉം 11ഉം പ്രതികളായി 2 ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുകയും ചെയ്തത്. എന്തായാലും ഈ പ്രതി ചേർക്കപ്പെട്ടതോടുകൂടി തന്നെ ഈ പ്രതികൾ ഒളിവിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് പല ഇടങ്ങളിൽ നിന്നും അവർ മൊബൈൽ ഫോണൊക്കെ പലപ്പോഴും ഉപയോഗിച്ചെങ്കിൽ പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ഇവരെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. പോലീസ് ഈ 2 ഉദ്യോഗസ്ഥരുടെയും വീടുകളിലെത്തി പരിശോധന നടത്തുകയും അവരുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥർ 2 പേരും അവരുടെ മറ്റ് രേഖകളുമൊക്കെയാണ്, അതായത് വിലപ്പെട്ട രേഖകളുമൊക്കെയാണ് അവർ പുറപ്പെട്ടു പോവുകയും ചെയ്ത്. എന്തായാലും ഇതിന് പിന്നാലെ ഈ ലുക്കൌട്ട് സർക്കുലർ അടക്കം ഇറക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തി. കാരണം ഈ പ്രതികളുടെ 2 പേരുടെയും പാസ്പോർട്ട് അടക്കം പോലീസ് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഈ സംബന്ധിച്ച സന്ദേശം പോവുകയും ചെയ്തു. ഇതിനിടയിൽ പ്രതികൾ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് ഈ താമരശ്ശേരിയിൽ പ്രതികൾ ഉണ്ട് എന്ന ഒരു വിവരം ലഭിക്കുകയും താമരശ്ശേരിയിൽ നിന്നും ഈ പ്രതികളെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ ഈ ടൗൺ പോലീസ് സ്റ്റേഷനിലായിരുന്നു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തിയത്. പിന്നീട് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതികളെ മാറ്റുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പോലീസിനുള്ളിൽ തന്നെ ഇക്കാര്യത്തെക്കുറിച്ചൊരു ധാരണ ലഭിച്ചിരുന്നു. ഈ പെൺവാണിഭ കേന്ദ്രം ഉദ്യോഗസ്ഥർ നടത്തുന്നതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ കൃത്യമായ ഒരു കെണിയിലാക്കാൻ ഈ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഈ സ്ഥലത്ത് നിന്നും പിടികൂടാനുള്ള ഒരു നീക്കങ്ങളാണ് രഹസ്യമായി അണിയറയിൽ നടന്നത്. പക്ഷേ എല്ലാ ദിവസവും ഈ പെൺവാണിഭ കേന്ദ്രത്തിലേക്ക് എത്തി അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ഈ 2 ഉദ്യോഗസ്ഥരും ഈ റെയ്ഡ് നടന്ന ദിവസം എന്തായാലും യാദൃശ്യവശാൽ അവിടെ ഉണ്ടാവാത്ത സാഹചര്യവും മറ്റു ബിന്ദു അടക്കമുള്ള മറ്റാളുകളെയും ഇടപാടുകാരെയും മാത്രമാണ് പോലീസിന് പിടികൂടാൻ കഴിയുകയും ചെയ്തത്. അതായത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നിയമപാലകരായ അല്ലെങ്കിൽ ഇത്തരം അനാശാസ്യ കേന്ദ്രങ്ങളെ പൂട്ടേണ്ട, ഇത്തരം അനാശാസ്യപരമായ കാര്യങ്ങൾക്ക് ഒരിക്കലും കുടപിടിക്കേണ്ടവരല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുന്നു എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡ് നടത്തുകയും ഈ അറസ്റ്റിലേക്ക് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അനീഷ്, 2022-23 കാലയളവിൽ, അതായത് 2 വർഷം മുൻപ് കോഴിക്കോട് നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അനാശാസ്യ കേന്ദ്രത്തിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ഈ പോലീസുകാരും ഇടപാടുകാരി ബിന്ദുവും തമ്മിൽ അടുക്കുന്നത്. പിന്നീട് ഇവർ ഈ പെൺവാണിഭ ഇടപാടിൻ്റെ ഭാഗമാവുകയായിരുന്നോ അതോ ഈ മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേന്ദ്രം അതിൻ്റെ നടത്തിപ്പുകാർ ഈ പോലീസുകാരായിരുന്നോ? അതായത് ഇവരുടെ നേതൃത്വത്തിൽ ഈ പെൺവാണിഭ കേന്ദ്രം തഴച്ചു വളർന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അനീഷ്?
തീർച്ചയായും 2022 കാലത്താണ് ഈ ബിന്ദുവിനെ ഈ അനാശാസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടുന്നു. അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ രണ്ടുപേരും. അന്നാണ് ബിന്ദുവിനെ ആദ്യമായി കാണുകയും ചെയ്യുന്നത്. പിന്നീട് ബിന്ദുവുമായി അടുത്ത പരിചയത്തിലേക്ക് ഇവർ മാറുകയും കൃത്യമായ പണം ഉണ്ടാക്കാനുള്ളൊരു കുറുക്കുവഴി എന്ന രീതിയിൽ ഈ വെൺവാണിഭത്തെ അല്ലെങ്കിൽ മാംസകച്ചവടത്തെ ഇവർ കാണുകയും ചെയ്തു. അങ്ങനെ ബിന്ദുവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. ആദ്യം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെയുള്ള ഒരു അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഈ അനാശാസ്യ കേന്ദ്രം ഇവർ നടത്തി വന്നിരുന്നതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. പിന്നീട് ഈ മെഡിക്കൽ കോളേജിലെ ചില ഉദ്യോഗസ്ഥരുടെ മാറ്റങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് അവർ മെഡിക്കൽ കോളേജിൽ നിന്നും തട്ടകം മാറ്റുകയും നഗരഹൃദയത്തിലേക്ക്, അതായത് മലാപ്പറമ്പ് ഭാഗത്തേക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ മാറ്റുകയുമാണ് ചെയ്തത്. സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നുമൊക്കെ ഈ സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുന്ന പല ഗ്യാങ്ങുകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. ഒപ്പം ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ അനാശാസ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളിൽ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഈ ബിന്ദു എന്ന നടത്തിപ്പുകാരിക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ബിന്ദുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും പലപ്പോഴും പണം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും അധികം പണം നൽകിയിരിക്കുന്നത് ബിന്ദുവിൻ്റെ കൂടെ സുഹൃത്തായ ബാലുശ്ശേരി സ്വദേശിയായ അമനീഷ് എന്ന ആൾക്കായിരുന്നു. അയാൾ വിദേശത്താണുള്ളത്. അയാളുടെ അക്കൗണ്ടുകൾ പക്ഷേ നാട്ടിൽ കൈകാര്യം ചെയ്യുന്നത് ഈ ഗൂഗിൾ പേയും മറ്റ് ഇലക്ട്രോണിക് മാതൃകയിലുള്ള രീതിയിലുള്ള അക്കൗണ്ട് ഇടപാടുകളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ബിന്ദുവാണ്. അങ്ങനെ അമനീഷിൻ്റെ അക്കൗണ്ടിലേക്ക് ബിന്ദു പണം നൽകുന്നു. അമനീഷ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകുന്നു, ആ അക്കൗണ്ടിലേക്ക് കൈമാറ്റുന്നു. അങ്ങനെ ഒരു കൃത്യമായ പോലീസ് ബുദ്ധി തന്നെ ഈ ഉദ്യോഗസ്ഥർ കാണിച്ചു. കാരണം നേരിട്ട് ബിന്ദുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരുപാട് പണം ഒഴുകിയെത്തിയാൽ പിന്നീട് ഒരു അന്വേഷണം വരുമ്പോഴൊക്കെ എങ്ങനെ ഈ സദാചാര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്തിനു പോലീസുകാർക്ക് പണം നൽകുന്നു എന്നൊരു ചോദ്യം ഉയരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് സാമ്പത്തിക സ്രോതസ് വെളിവാക്കാൻ കഴിയുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ലക്ഷക്കണക്കിന് രൂപയാണ് പല തവണയായി ഈ അമനീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ പോലീസുകാരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. അത് ഈ നിലവിൽ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ആദ്യം നിലനിന്ന സ്ഥലത്ത് മെഡിക്കൽ കോളേജ് പരിസരത്ത് കൃത്യമായി ഈ അനാശാസ്യ കേന്ദ്ര നടത്തിപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് മലാപ്പറമ്പിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റുകയും ചെയ്തത്. പക്ഷേ മലാപ്പറമ്പിൽ ഈ അനാശാസ്യ കേന്ദ്രം നടത്തുമ്പോഴും അപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർത്തുന്ന ആളുകളോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കുമായി മറ്റും പോകുന്ന ആളുകളാണ് അവർ അവരുടെ ടെസ്റ്റിനായി വന്നതാണ് അല്ലെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാരാണ് എന്നൊക്കെയുള്ള രീതിയാണ് പറയുന്നത്. കാരണം ആ മേഖലകളിലൊക്കെ ആശുപത്രികൾ ഒരുപാടുണ്ട്. മെഡിക്കൽ കോളേജുമായി ഒരുപാട് ദൂരമുള്ള സ്ഥലമല്ല. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ താൽക്കാലിക ചികിത്സാ സംവിധാനങ്ങൾക്കായി ആളുകൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. ഈ പലപ്പോഴും പരിശോധനകൾക്കായും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചികിത്സയ്ക്കുമായൊക്കെ എത്തുമ്പോൾ ഇത്തരം അപ്പാർട്ട്മെൻറ്റുകളിൽ തങ്ങിയാണ് പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് എന്നും ഒരേ ആളുകളാവില്ല വരുന്നത്. പലപ്പോഴും പല തരത്തിലുള്ള ആളുകൾ അവിടെ വരാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഈ സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം. അതിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ തണലും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇതുപോലുള്ള അനാശാസ്യ കേന്ദ്രങ്ങൾ തഴച്ചു വളരും. മനീഷ്, ഇവിടെ ഈ ഇടപാടുകാരെയും സ്ത്രീകളെയും ഒക്കെ എത്തിച്ചിരുന്നതിൽ ഈ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഉന്നതർ ഇതുപോലെ ഈ സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിലെ നിത്യ സന്ദർശകരായിരുന്നോ? മറ്റേതെങ്കിലും കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടോ അനീഷ്? ടോം, 2 കാര്യങ്ങളാണ് ഇനിയും അറിയേണ്ടത്. കാരണം 2 സിവിൽ പോലീസ് ഓഫീസർമാർ മാത്രമാണോ ഇത്തരമൊരു വലിയ റാക്കറ്റിൻ്റെ പിന്നിലുള്ളത്, അല്ലെങ്കിൽ ഇത്തരമൊരു റാക്കറ്റ് നടത്തിക്കൊണ്ടു പോകുന്ന ഈ 2 ഉദ്യോഗസ്ഥർ മാത്രമാണോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ മറ്റു ഏതെങ്കിലും ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സഹപ്രവർത്തകരായ ആളുകളോ ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ, അല്ലെങ്കിൽ ഇവർ മാത്രമാണോ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയതെന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ സേനയിലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലുള്ള ആളുകളൊക്കെ ഈ ഫ്ലാറ്റിലെ സന്ദർശകരായിരുന്നോ, അവരും ഈ രീതിയിൽ ഈ അധികാരം ദുർവിനിയോഗം ചെയ്ത് ഇത്തരം ഇടങ്ങളിൽ പോയിരുന്നു എന്ന കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ വളരെ തുച്ഛമായ പണത്തിനാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അശരണരായ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ ഒരുപാട് പാടുപെടുന്ന പെൺകുട്ടികളെ കണ്ടെത്തുകയും അവരെ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവരെ മറ്റുള്ളവർക്കായി കച്ചവടം ചെയ്യുന്ന ഒരു പ്രവണത. പക്ഷേ പലപ്പോഴും വളരെ കുറഞ്ഞ പൈസയാണ് ഈ പെൺകുട്ടികൾക്ക് നൽകിയിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ദിവസം മാത്രം 1 ലക്ഷം രൂപയിലധികം വരുമാനം ഈ സ്ഥലത്ത് നിന്നും
കിട്ടിയെന്നാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഓരോ സ്ത്രീകൾക്കും ഈ പലയിടങ്ങളിൽ നിന്ന് എത്തുന്ന പെൺകുട്ടികൾക്കുമൊക്കെ തുച്ഛമായ പണം മാത്രമാണ് നൽകിയിരുന്നത്. അതിൻ്റെ എത്രയോ മടങ്ങ് പണമാണ് ഈ പോലീസുകാർക്കും ബിന്ദുവിനുമൊക്കെ ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും, ഒന്ന് ഈ സ്ഥാപനത്തിൽ നിത്യസന്ദർശകരായി സേനയിൽ നിന്നുള്ള ആളുകളുണ്ടോ അല്ലെങ്കിൽ മറ്റ് സർക്കാരിൻ്റെ ജോലിക്കാരും ഉണ്ടോ എന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ പെൺകുട്ടികളെ എത്തിച്ചു നൽകുന്നതിൽ ഏതൊക്കെ തലത്തിൽ ഇടപെടലുകൾ നടന്നു, ഇനിയും ഈ മുതിർന്ന സ്ത്രീകൾ മാത്രമാണോ ഉള്ളത്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ഇത്തരത്തിൽ ഈ കച്ചവടത്തിനായി ഉപയോഗിച്ചു എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ രണ്ട് പ്രതികളെ കസ്റ്റഡിയിലാവുന്നതായിരുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഘടകം. സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പ്രതികൾ ഒരുപക്ഷെ പിടിയിലാകും. നിലവിൽ പോലീസ് ഡ്രൈവർമാരായിട്ടുള്ള 2 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റായ. 2 പേരും ഒളിവിലായിരുന്നു, 2 പേരും നിലവിൽ സസ്പെൻഷനിലാണ്. ഇതുപോലെ അനാശാസ്യ കേന്ദ്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നടത്തിപ്പുകാരൊക്കെ ആയിട്ടുള്ള പോലീസുകാർക്കെതിരെ കടുത്ത നടപടിയാണ് ഉന്നതർ സ്വീകരിക്കേണ്ടത്. തൻ്റെ പണം മോഷ്ടിച്ച സ്ത്രീകളെ പിന്തുടർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ ബാഗിൽ നിന്ന് പണം കവർന്ന സ്ത്രീകളെയാണ് കൊല്ലം നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ സുരേഷ് പിടികൂടിയത്. ഇവരിൽ നിന്ന് പണവും കണ്ടെടുത്തു. ബസ് ഇറങ്ങുന്ന സമയത്ത് ബാഗ് താഴോട്ട് എടുക്കുമ്പോൾ ബാഗിൻ്റെ സിബ് തുറന്ന് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് പൈസ, റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്ന പൈസ മോഷണം പോയതായിട്ട് കണ്ട് അപ്പോൾ തന്നെ ഒരു ഓട്ടോയിൽ, അവിടെ കച്ചേരിമുക്കിലുള്ള ഒരു ഓട്ടോയിൽ കയറിയിട്ട് ആ ബസ്സിന് പുറകെ പോയി. നല്ല ട്രാഫിക് ആയിരുന്നെങ്കിലും ആ ഓട്ടോ ഡ്രൈവർ കാര്യമായിട്ട് ഓടിച്ച് എന്തായാലും അവിടെ ചെന്ന് ട്രാഫിക് പോലീസിനോട് ഞാൻ വിവരം പറഞ്ഞ്, അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് പൊയ്ക്കോളൂ, കുറേ പോലീസ് വന്നോളൂ എന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഇവർ ബസ്സിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ കയറി പോകാനായിട്ട്. അപ്പോൾ എനിക്കിവരെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോഴത്തേക്ക് ഞാൻ ഓട്ടോയിൽ നിന്ന് പിടിച്ച് വെളിയിലേക്ക് ഇറക്കി ചോദിക്കുമ്പോൾ ഇവർ പൈസ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇവരുടെ ഈ സാരിയുടെ ഇടയ്ക്ക് നിന്ന് പൈസ താഴെ വീണു. തമിഴ്നാട് സ്വദേശികളായ സെൽവി, മകൾ അധിനി എന്നിവരാണ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത്. ഇത്തരത്തിലുള്ള സ്ത്രീകളെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവർ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെയാണ് വാഹനങ്ങളിലും നമ്മുടെ ബസ്സുകളിലൊക്കെ കയറാറുള്ളത്. ഇന്ന് ഇപ്പോൾ കൊട്ടാരക്കര ചന്തമുക്കിൽ വെച്ചാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. പരാതിക്കാരി തന്നെ സ്ത്രീയുടെ സംശയം തോന്നി അവരെ പിന്തുടരുകയും കൈയോടെ പിടിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എത്ര പണം നഷ്ടപ്പെട്ടെ? അവരുടെ 53,000 രൂപ അതിനകത്തുണ്ടായിരുന്നു. അതിൽ 10,000 രൂപയാണ് സ്ത്രീകൾ എടുത്തത്. എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു ധീരത തന്നെയാണ് ഈ പ്രതികളെ, മോഷ്ടാക്കളെ പിടികൂടാൻ കാരണമായത്. ഇങ്ങനെ പതിവായി ബസ്സുകളിൽ കയറിയിറങ്ങി മോഷണം നടത്തുന്ന നാടോടി സ്ത്രീകളാണോ പിടിയിലായ 2 പേരും? തീർച്ചയായും ടോം, ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ജലജ സുരേഷിന്റെ പണമാണ് അപഹരിച്ചത്. കഴിഞ്ഞ ദിവസം ഇവർ KSRTC ബസ്സിൽ വരികയായിരുന്നു. ബസ്സിൽ വെച്ചാണ് ഈ മോഷ്ടാക്കൾ പണം അപഹരിച്ചത്. ഇവരുടെ ബാഗിൽ നിന്നും പണം കവരുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇവരെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ഇവർ കൊട്ടാരക്കരയിൽ ഇറങ്ങുകയും മറ്റൊരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു ഈ പണം നഷ്ടമായ വിവരം തിരിച്ചറിഞ്ഞ് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു ഓട്ടോയിൽ ഇവരെ പിന്തുടർന്നെത്തിയത്. ഉടൻ തന്നെ ഇവരെ പിടികൂടുകയായിരുന്നു. ഇവർ ആദ്യം കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല, പണം എടുത്തിട്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഇവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഈ പണം നിലത്ത് വീഴുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നതും പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്യുന്നത്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ തമിഴ്നാട് സ്വദേശികളായ 2 പേരാണ്. അമ്മയും മകളുമാണ് ഈ ഒരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. പോലീസിന്റെ ലിസ്റ്റിലുള്ളവരാണ് ഇവർ. ഈ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ പോലീസിന്റെ മുന്നറിയിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നാടോടി സ്ത്രീകളുടെ, അതുപോലെ ഈ മോഷണവുമായി ബന്ധപ്പെട്ട് കുറെ സ്ത്രീകളുടെ ലിസ്റ്റ് പോലീസ് പുറത്തുവിടാറുണ്ട്. അത്തരത്തിലുള്ള ലിസ്റ്റ് പുറത്തുവിട്ടതിലും ഇവരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര ഇവരുടെ എല്ലാം ഇവർ കുറെ നാളുകളായി കേരളത്തില്, പ്രത്യേകിച്ച് കൊല്ലം, കൊട്ടാരക്കര ഉൾപ്പെടുന്ന മേഖലകളില് തമ്പടിച്ച് ഇതേ രീതിയിൽ മോഷണം നടത്തുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം അറിയേണ്ടത്, ഇവരെ കൂടാതെ, ഈ നിലവിൽ പിടിയിലായ ഈ നാടോടി സ്ത്രീകളെ കൂടാതെ കൂടുതൽ പേർ തമിഴ്നാട്ടിൽ നിന്നടക്കം കേരളത്തിലേക്ക് ഈ മോഷണത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടോ?
തീർച്ചയായും ടോം, അത്തരത്തിലുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശത്തിൽ ഒരു സ്പെഷ്യൽ ടീം തന്നെയുണ്ട് ഈ മോഷ്ടാക്കളെ പിടികൂടാനായിട്ട്. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പിടിയിലായവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ സംസ്ഥാനത്ത് തന്നെ വിവിധ സ്റ്റേഷനുകളിൽ ഇവർ ഈ മോഷണക്കുറ്റവുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പേരുകൾ വ്യക്തമല്ല. ഇവർ പല സ്റ്റേഷനിലും പല പേരുകളാണ് പറയുന്നത്. ഇതെല്ലാം ഇവരുടെ ഒരു മോഷണത്തിന്റെ രീതിയായിട്ട് തന്നെയാണ് പോലീസ് കരുതുന്നതും. എന്തായാലും ഈ കൊല്ലം ചെങ്കോട്ട ദേശീയ പാതയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും നിരവധി ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾ എത്താൻ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതിർത്തി പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇവരെ പിടികൂടിയതിനു ശേഷം ഇവരുടെ ചോദ്യം ചെയ്തത് കൂടി നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. യെസ്, വിനീഷ്, ഇതിന് മുൻപ് ഏതെങ്കിലും കവർച്ചാ കേസുകളിൽ, മോഷണ കേസുകളിൽ ഇവർ പിടിക്കപ്പെട്ടിട്ടുള്ളവരാണോ? നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെ ഒരു ലിസ്റ്റിലുള്ളവരാണ്. സാധാരണ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ആ സ്ഥലങ്ങളിൽ, ഉത്സവ പറമ്പുകളിലെത്തി കവർച്ച നടത്തുക, ബസ്സുകളിൽ കയറി സ്ത്രീകളുടെ സ്വർണവും പണവും ഒക്കെ അപഹരിക്കുക. അതിനപ്പുറം കൂടുതൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് രണ്ടുപേരും. ടോം, അറിയാൻ കഴിയുന്നത് ഇവർ മോഷണമാണ് ഇവരുടെ ഒരു തൊഴിൽ മോഷണം മാത്രമാണ്. ഇവർ ഇങ്ങനെ KSRTC ബസ്സുകൾ കേന്ദ്രീകരിച്ച് യാത്ര ചെയ്യുന്നു, കൊല്ലം ചെങ്കോട്ടയായിട്ട് യാത്ര ചെയ്യുന്നു. അങ്ങനെ ഈ ബസ്സിൽ നിന്നും പണം അപഹരിക്കുന്നതാണ് ഇവരുടെ ഒരു രീതി. പണം അപഹരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുകയും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയും ഉടൻ തന്നെ ഓട്ടോയിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഇവർക്ക് ഉള്ളത്. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇവർ പിടിയിലായിട്ടുമുള്ളത്. എന്തായാലും ഇവരെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇവരോടൊപ്പം മറ്റ് ആരെങ്കിലും ഈ മോഷണവുമായി ബന്ധപ്പെട്ട സംഘങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. മസ്കറ്റിൽ നിന്ന് കൊച്ചി വഴി ഡൽഹിയിലേക്ക് പോയ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് നാഗ്പൂർ വിമാനത്താവളത്തിലിറക്കി. ഇൻഡിഗോയുടെ വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. യാത്രക്കാരെ പുറത്തിറക്കി പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. അന്വേഷണം തുടരുകയാണെന്ന് നാഗ്പൂർ DCP വ്യക്തമാക്കി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, സാധാരണ വിമാനത്താവളങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിലടക്കം ഈ സമീപകാലത്ത് ബോംബ് ഭീഷണി ഉയർന്നിട്ടുള്ളതാണ്. ഇത് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പോയ വിമാനത്തിലാണ് ഭീഷണി വന്നിരിക്കുന്നത്. ഇതൊരു വ്യാജ സന്ദേശമാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നത്. രാവിലെ 9:15 കൊച്ചിയിൽ നിന്നും വിമാനം പുറപ്പെട്ടത്. ഇതേ തുടർന്ന് അടിയന്തരം ആയിട്ട് നാഗ്പൂരിൽ ഇറക്കിയിട്ടുണ്ട് വിമാനം. അതേസമയം ഇത് പരിശോധന തുടരുന്നുകൊണ്ട് യാത്രക്കാർ സുരക്ഷിതരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാത്രക്കാർ സുരക്ഷിതരാണ്. പക്ഷേ മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ വിമാനം പിന്നീടാണ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. അതുപോലെ ാണ് സിയാലിന്റെ ഇമെയിൽ ID-യിലേക്ക് ഭീഷണി സന്ദേശം കിട്ടിയത്. പരിശോധന കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പോയ വിമാനത്തിലാണ്, ഇൻഡിഗോ വിമാനത്തിലാണ് ബോംബ് വെച്ചിട്ടുണ്ട് എന്ന ഭീഷണി സന്ദേശം എത്തുന്നത്. പിന്നീട് യാത്രക്കാരെ പുറത്തിറക്കി വിമാനം പരിശോധിച്ചു. മറ്റ് സംശയകരമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ വിശദമായ പരിശോധന നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി. ആജ്ഞ, ഇവിടെ നിലവിൽ പരിശോധിച്ചപ്പോൾ അസംശയകരമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് എവിടെ നിന്നാണ് ഭീഷണി സന്ദേശം എത്തിയത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? 9:31 സിയാലിന്റെ ഇമെയിൽ ID-യിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത്.
അതേ തുടർന്നാണ് മസ്കറ്റിൽ നിന്നും കൊച്ചിയിലെത്തിയ വിമാനം പിന്നീട് ഡൽഹിക്ക് പുറപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷെ ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിന് രാവിലെ 9:15 പുറപ്പെട്ട വിമാനമാണ് വീഴ്ചയെ തുടർന്ന് അടിയന്തരമായിട്ട് നാഗ്പൂരിൽ ഇറക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് പരിശോധന തുടരുന്നുണ്ട്. യാത്രക്കാർ സുരക്ഷിതരാണെന്ന് ഇൻഡിഗോ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അതേസമയം മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ വിമാനം പിന്നീടാണ് ഡൽഹിക്ക് പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പരിശോധനയ്ക്ക് ശേഷം വീണ്ടും വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെടും എന്നൊരു വിശദാംശമാണ് ഈ വിമാനത്താവള അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ജർമ്മനിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട വിമാനം തിരിച്ചു പറഞ്ഞതായിട്ടും റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ നിന്ന് ഞായറാഴ്ച ഇവിടെ അതായത് ഉച്ചയ്ക്ക് 2:14 പുറപ്പെട്ട ലുഫ്താൻസ വിമാനമാണ് തിങ്കളാഴ്ച പുലർച്ചെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു. അത് പക്ഷേ തിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ബോംബ് വീഴ്ചയെ തുടർന്നാണ് ഈ വിമാനം തിരിച്ചു പറഞ്ഞതെന്ന് ആണ് ആ റിപ്പോർട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇങ്ങനെ നിരന്തരം വിമാനത്താവളത്തിലേക്കും മറ്റ് അതായത് സെൻസിറ്റീവായ കേന്ദ്രങ്ങളിലേക്ക് ഇങ്ങനെ നിരന്തരം ബോംബ് ഭീഷണി ഉണ്ടാവുകയും അതേ തുടർന്ന് വ്യാജ ഭീഷണികൾ ആണ് പലതുമെന്ന് സെൻസ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരം ഇത്തരം ഭീഷണികളെ തുടർന്ന് അധികൃതർക്ക് ഇതിന് മുൻകരുതലോ അല്ലെങ്കിൽ മുൻകൈ എടുക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പരിശോധന ശക്തമാക്കിയ ശേഷമായിരിക്കും ഇതിന് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ശ്രദ്ധിച്ച ശേഷമായിരിക്കും തുടർ യാത്രകൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നു. അല്പസമയം മുൻപും ഇസ്രായേലിലെ ടെലവീവിൽ ഇറാൻ മിസൈലുകൾ പതിച്ചു. ഇന്നലെ രാത്രി ഇറാനിലെ ടെഹ്റാനുമേൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തി. ഇറാനിയൻ സൈനിക തലവൻ അലി ഷെഡ്മിനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി മാറ്റാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ടെഹ്റാനിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ മുഴുവൻ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. കിരൺ ബാബു ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിരൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. നിലവിൽ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പോഴും വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെ മിസൈൽ ആക്രമണമൊക്കെ രൂക്ഷമായി നടക്കുന്നുണ്ടെന്നാണോ പുറത്തുവരുന്ന വിവരങ്ങൾ? ടോം, ഇസ്രയേൽ ഇറാൻ ഒരു സംഘർഷം ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും ഇറാനിലെ ടെഹ്റാനുമേൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ മിസൈൽ വർഷമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇസ്രയേലിലെ ടെൽ അവീവിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും അവിടെ മിസൈൽ ആക്രമണം ഉണ്ടായി. എന്തായാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും വാക്കുകൾ കൂടിയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു അപായ സൂചനകൾ നൽകുന്നത്. G7 ഉച്ചകോടിയിൽ നിന്ന് ഉച്ചകോടിയിൽ പൂർണ്ണമായി പങ്കെടുക്കാതെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്ന് പോയത്. അദ്ദേഹം അപ്പോൾ പറഞ്ഞത് ഇതിനേക്കാൾ വെടിനിർത്തലിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റു ചില വിഷയങ്ങളുണ്ട് തനിക്ക് എന്നുള്ളതാണ് പറഞ്ഞത്. നേരത്തെ തന്നെ ഒരു കരാറിലെത്തണമെന്ന് ഇറാനോട് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ ഇറാൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതൊരു ക്ഷണിച്ചു വരുത്തിയ തിരിച്ചടിയാണ് ഇറാൻ്റേത് എന്നതുകൂടി പറയുന്നു. ഒരു കാരണവശാലും ഇറാന് ആണവായുധം വെക്കാൻ അനുവദിക്കില്ല, ആ കരാറിലെത്തിയേ മതിയാവൂ എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള ഖൊമേനി അദ്ദേഹം ഇല്ലാതെയായാൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല സംഘർഷം അവസാനിക്കും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇറാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ആക്രമണത്തെ ജനങ്ങളുടെ ഭൂരിപക്ഷം പേരും അത്തരത്തിലൊരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. അത്തരമൊരു ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതുകൂടി പറയുന്നു. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും ഒരു കടുത്ത ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാന ശ്രമത്തിന് ഇപ്പോൾ G7 ഉച്ചകോടി നടന്നാൽ പോലും അവിടെ അങ്ങനെ ഒരു രൂക്ഷമായ ഒരു ആക്രമണം യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയാൽ ഇസ്രായേലിലും ഇറാനിലും നിരവധി ഇന്ത്യക്കാരുണ്ട്. മറ്റ് തൊഴിലിനും മറ്റൊക്കെയായി പോയ നിരവധി ഇന്ത്യക്കാരാണ് ഇരു രാജ്യങ്ങളിലുമുള്ളത്. അവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ടോം, ഈ രണ്ട് രാജ്യങ്ങളിലും ഏകദേശം 20,000-ഓളം ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യക്കാരുടെ സുരക്ഷിതമായി മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച്
സംബന്ധിച്ച് അവിടെയുള്ള മഹാഭൂരിപക്ഷം പേരും അങ്ങനെ വരാൻ ആ രാജ്യത്ത് നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല എന്ന ഒരു വസ്തുത കൂടിയുണ്ട്. ഇറാനിലെ ടെഹ്റാനിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത്. ടെഹ്റാനിൽ നിന്ന് പൂർണ്ണമായും ഇന്ത്യക്കാരെ ആ നഗരത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. അവരെ ടെഹ്റാൻ നഗരത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ രാജ്യം കടത്തി മറ്റു രാജ്യങ്ങളിലേക്ക് എല്ലാവരെയും ഒന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അത്തരത്തിലേക്ക് ആരൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നു അവരെ അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്ത്യ അത്തരം ഒരു ശ്രമം നടക്കുന്നത്. ഇസ്രയേലിലെ ടെൽ-അവീവിൽ നിന്നും ജോർദാൻ, ഈജിപ്റ്റ് വഴിയാണ് ആളുകളെ എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഉണ്ടായ ഇറാനിലുണ്ടായ ടെൽ-അവീവിലും ആക്രമണം ഇന്ന് പുലർച്ചെ അടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പേർ മാറണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ടെൽ-അവീവിലുള്ള അങ്ങനെ ഇന്ത്യക്കാരായ ആളുകളും മലയാളികളും ഒക്കെ നിരവധി പേർ അവിടെയുണ്ട്. ആ ആളുകൾ അങ്ങനെ കാര്യമായി അവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അവിടെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുൻപ് പലതവണ ഗസയുമായിട്ടുള്ള യുദ്ധകാലത്തുമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതാണ് കിരൺ ബാബു, കാരണം നമ്മൾ ഈ ഇസ്രായേലിലുള്ള പല മലയാളികളുടെയും ഫേസ്ബുക്കിലൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ കാണാൻ കഴിഞ്ഞു. തങ്ങൾ സുരക്ഷിതരാണ്, അവിടെ ഒരു ഭീതികരമായിട്ടുള്ള സാഹചര്യമല്ല നിലവിലുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഇസ്രായേൽ തന്നെ ഇതിനു വേണ്ടിയുള്ള ഇടപെടൽ, പ്രത്യേകിച്ചും ഈ ജനങ്ങൾ കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവർക്ക് ഈ മലയാളികളായിട്ടുള്ളവർ തങ്ങൾ സുരക്ഷിതരാണെന്ന്, അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ തങ്ങൾ സുരക്ഷിതരാണെന്ന് അവകാശപ്പെടാനുള്ള കാരണം? ടോം, അത് രണ്ട് രാജ്യത്തിന്റെ പ്രത്യേകത കൂടിയാണ്. ഇസ്രയേൽ എന്ന രാജ്യം നിരന്തരം ഈ തരത്തിലേക്കുള്ള ആക്രമണങ്ങളെയൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഇത്തരം ആക്രമണങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ ചാനലടക്കം ഇന്ന് രാവിലെ പ്രതികരിച്ച ഒരു മലയാളിയായ സ്ത്രീ അടക്കം പ്രതികരിച്ചത്, അവർ തന്നെ ഇന്ന് 2 or 3 തവണ ഇവർക്കെല്ലാം ഇന്ന് അപായ സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. ഈ സമയത്തെല്ലാം അവർ ചിലപ്പോൾ 20 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും, 2 മണിക്കൂറായിരിക്കും. ആ സമയത്തൊക്കെ മിക്കവാറും ഒട്ടുമിക്ക വീടുകളോട് ചേർന്നും സ്ഥാപനങ്ങളോട് ചേർന്നും ഈ ബങ്കറുകളുണ്ട്. ബങ്കറുകളിലേക്ക് സുരക്ഷിതമായ ബോംബ് വീണ് കഴിഞ്ഞാലും അല്ലെങ്കിൽ മിസൈൽ വീണാലും അപകടം പറ്റാത്ത സ്ഥലങ്ങൾ, അത്തരം സുരക്ഷിതമായ ബങ്കറുകളുണ്ട്. ആ ബങ്കറുകളിലേക്ക് പോയിരിക്കും. ഈ അപകട ശേഷം 20 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ കഴിയുമ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് നിർദ്ദേശം നൽകും. കേരളത്തെ സംബന്ധിച്ച് നമ്മളിവിടെ നിന്ന് ആലോചിക്കുമ്പോൾ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഒരു ബോംബിനെ ഭയന്ന് ഒരു ബങ്കറിൽ പോയിരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സ്ഥലത്ത് തന്നെ വിട്ടുപോകണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ മറ്റു സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ തോന്നും. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ നിരന്തരമായി ഇത്തരം യുദ്ധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഈ ബങ്കറുകളിൽ ആളുകൾ ഇരിക്കേണ്ടി വരിക അതൊരു സുരക്ഷയുടെ ഭാഗമായി ചെയ്യുന്ന ഒരു മുൻകരുതൽ എന്നതിനപ്പുറത്തേക്ക് അതുകൊണ്ട് തന്നെ അവരൊരു അപായ ഭീതി അവരുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ തന്നെയും ഔദ്യോഗികമായി തന്നെ ഇസ്രായേലിലെ മരണസംഖ്യ 24 എന്നുള്ളതാണ്. 100-ലധികം വരും അനൗദ്യോഗികമായ മരണസംഖ്യ എന്നതുകൂടി ഓർക്കണം. ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈലുകൾ ഇന്ന് ഉച്ചയ്ക്കും, ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്കും മിസൈലുകൾ ടെൽ-അവീവിൽ പതിച്ചത് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ നേരിട്ട് തന്നെ അവരുടെ ലേഖകർ തന്നെ അതിൻ്റെ ശബ്ദം കേട്ടതും അതിൻ്റെ കണ്ടതുമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, നഗരങ്ങളിലൊക്കെ അത്തരത്തിലേക്കുള്ള മിസൈലുകളൊക്കെ വീഴുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അയൺ ഡോം എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും 100 കണക്കിന് മിസൈലുകൾ ഒരേ സമയം ഇറാൻ വർഷിക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ രീതി. ആ രീതി വരുമ്പോൾ സ്വാഭാവികമായും 100 മിസൈലുകൾ ഒരുമിച്ച് വർഷിച്ചാൽ ചിലപ്പോൾ 90 എണ്ണമോ അല്ലെങ്കിൽ 85 എണ്ണമോ ഒക്കെ തടയാൻ കഴിഞ്ഞേക്കും. ബാക്കി വരുന്ന മിസൈലുകൾ വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അത്തരത്തിൽ മിസൈലുകളൊക്കെ വിവിധ ഭാഗങ്ങൾ ടെൽ-അവീവിലൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ അത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഗസയുമായിട്ടുള്ള ദീർഘകാലമുള്ള നിരന്തരമായ യുദ്ധങ്ങൾ, അങ്ങനെ നിരന്തരമായ യുദ്ധങ്ങളിലൂടെ കടന്നു വന്ന ഏത് സമയവും ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് അവിടെ ഇത്തരം സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപായ സൈറൻ മുഴക്കുകയും അവിടെ ആളുകളൊക്കെ പോയി ഈ ബങ്കറുകളിലൊക്കെ സുരക്ഷിതമായിരിക്കുകയും അപായ സൈറൻ മുഴക്കി വീണ്ടും അടുത്ത സൈറൻ കേൾക്കുമ്പോൾ പുറത്തിറങ്ങി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും വീണ്ടും ജോലിക്കിടയിലുമൊക്കെ ഇങ്ങനെയൊക്കെ പോയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ അവർക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇതിനെ ഒരു വലിയ ഭീതിയായി കാണുന്നില്ല എന്നത് വേണം നമുക്ക് കാണാൻ. അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഫലം കൂടി ആവാം അവർക്ക് അത് ഒരു ഭീതിയായി തോന്നുന്നത്. മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ബോംബ് വന്നു വീഴുന്നൊരവസ്ഥ ഉണ്ടായാൽ സ്വാഭാവികമായും ആളുകളൊക്കെ അവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ ശ്രമിക്കും. നമ്മൾ ഈ ഇന്ത്യക്കാരെ രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ ആളുകളൊക്കെ ഉണ്ട്. അവർ ആ രാജ്യത്തെ ആളുകൾക്ക് മറ്റെങ്ങോട്ടെങ്കിലും പോകാൻ കഴിയില്ല. അവർക്ക് ബോംബ് വന്നാലും എന്ത് വന്നാലും ആ ഭീഷണിയെ നേരിട്ട് നിൽക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അത് ഓരോരുത്തരുടെ സാഹചര്യം കൂടി അനുസരിച്ചാണ് ആളുകൾ അവിടെ സുരക്ഷിതമാണോ അല്ലെങ്കിൽ ഭീതിയാണ് എന്നൊക്കെ തീരുമാനിക്കുകയും അവിടെ നിന്ന് മാറുകയും ഒക്കെ ചെയ്യുന്നത്. അതുതന്നെയാണ് കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് പറയുന്നു, മലയാളികൾ സുരക്ഷിതരാണെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും അതുതന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിൽ ചെറിയൊരു സംഘർഷം ഉണ്ടായാൽ പോലും ആശങ്കപ്പെടുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ.
പക്ഷേ അവിടെയുള്ളവർ, ഈ ഇസ്രായേലിലുള്ളവർ, അവർ വലിയ ധൈര്യത്തോടെ തന്നെ അവർ അവരുടെ ഇസ്രായേൽ ഭരണകൂടത്തിൽ വലിയ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, തങ്ങൾ സുരക്ഷിതമാണെന്ന് പറയുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. ഇനി നിലമ്പൂർ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശത്തിലേക്ക്.